ഏട്ടനാ? ഹലോ ഏട്ടാ. ആ വരുൺ, എടാ എവിടെയാടാ നീ? ഏട്ടാ, ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. നീ കൃത്യമായിട്ട് എവിടെയാണെന്ന് പറ. ആ, അങ്ങനെ ചോദിച്ചാ ഇവിടെ നാലുമുക്കില് ചെറിയൊരു ജ്വല്ലറി ഷോപ്പില്ലേ, രാജ ജ്വല്ലേഴ്സ്. ആ, അതിനടുത്തായിട്ടുണ്ട്. ആ എങ്കിൽ നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഏട്ടാ, ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണ്ട. എടാ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. ഏട്ടൻ ഇവിടെ അടുത്ത് എവിടെയുണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. നന്നായി. പോരാ നേരത്തെ ഏട്ടനെ കണ്ടില്ലല്ലോ. ഏട്ടന്റെ വരവ് സത്യത്തിലൊരു സങ്കട. ആ, എടാ എടാ കുറച്ച് ദിവസത്തേക്ക് ജപ്തി തള്ളി വയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയതാ ഞാൻ. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചൂല്ലേ? കൃത്യമായിട്ട് അവർ തീരുമാനിച്ചല്ലേ, പിന്നെ നടക്കാതിരിക്കൂ. എല്ലാം അയാളുടെ പ്ലാനിംഗ് ആയിരുന്നു, ആ ചന്ദ്രശേഖരന്റെ. ഞാൻ വരുമ്പോൾ അയാൾ കണിമംഗലം പിടിച്ചെടുത്ത് അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. പറയാനുള്ളതൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരുതേട്ടാ, അമ്മയും അച്ഛനും മുത്തശ്ശിയൊക്കെ ഇപ്പൊ അവരുടെ തണല്ല. അവരെ വെറുപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരനും അയാളുടെ ഭാര്യയാണ് രാജാവും റാണി എന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കണോ? എന്നെ കൊണ്ട് തന്നെ പറ്റില്ലടാ. ഏട്ടാ, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരും സമാധാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏട്ടനാ, അത് മറന്നു പോകരുത്. അല്ല നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ എവിടേക്കെങ്കിലും കുറച്ച് ദിവസം മാറിയിരിക്കുമെന്ന് കരുതി. എന്നിട്ട് US വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, അങ്ങോട്ട് പോകണം. ഇതൊക്കെ നമുക്ക് മറികടക്കണ്ടേ ഏട്ടാ? അവിടെ ആകുമ്പോൾ അത്യാവശ്യം എനിക്ക് കുറച്ച് സോഴ്സ് ഉണ്ട്. എന്തായാലും പോണേട്ടാ. എടാ അത് അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഒരു അടിമത്തത്തിലെപ്പോൾ കിടക്കുന്നേ. അവരെ അവിടുന്ന് അവരെ സ്വതന്ത്രരാക്കണം. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലേട്ടാ. അല്ല ഇവിടെ എന്താ? ആ, അത് വേറൊന്നുമല്ല. ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് കയ്യിൽ 5 പൈസയില്ല. അയ്യോ, ഇയാളുടെ ആ ചെയിനൊന്ന് വെക്കാന്ന് കരുതി. അതൊന്നും വേണ്ട. അത് രാധികയുടെ കഴുത്ത് തന്നെ കിടന്നോട്ടെ. എൻ്റെ അക്കൗണ്ട് കുറച്ച് പണം കിടപ്പുണ്ട്, അത് ഞാൻ എടുത്തു തരാം. പിന്നെ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുതരാം. ഏട്ടൻ്റെ കയ്യിലുള്ള പണമൊക്കെ അവിടെ ആവശ്യമുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ കയ്യിലൊരു കരുതൽ വേണ്ടേ? ആ നേരത്ത് ചെറിയച്ഛൻ്റെ കാരണത്തിന് കാത്തു നിൽക്കണ്ടല്ലോ. അല്ല അത് ഏട്ടാ, അത് കുഴപ്പമില്ല. ഇതാവുമ്പോ ആരോടും കണക്ക് പറയാനൊന്നും നിൽക്കണ്ടല്ലോ. ഏട്ടന്റെ അനിയത്തി കരയോ മുഖം കെടുത്തിരിക്കൊന്നും ചെയ്യില്ല. അനിയനെ ഞാൻ നോക്കിക്കോളാം, ധൈര്യം കൊടുത്തോളാം. എന്നാ വാ കേറ്, ഞാൻ നിങ്ങളോട് വരാം. വാ കേറ്.